ഓക്കെ. ഇനി പറയുന്നത് ഈ കോർട്ടിക്കൽ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജിൽ ഇപ്പോൾ പറയപ്പെട്ട രണ്ട് ഏരിയ, ബ്രോക്കാസ് ഏരിയ ആൻഡ് വെർണിക്സ് ഏരിയ. ഈ ബ്രോക്കാസ് ഏരിയൻ്റെയും വെർണിക്സ് ഏരിയയിലും എന്തെങ്കിലും സെലക്റ്റീവ് ആയിട്ട് ലേഷൻസ് അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾ അഫേസിയ എന്നുള്ള ഒരു ഡിസോർഡർ കേട്ടിട്ടുണ്ടാവും, വിച്ച് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇനബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ കോംപ്രഹെൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഓർ ലാംഗ്വേജ്. അതാണ് സിംപ്ലി നമ്മൾ അഫേസിയക്ക് ഒരു ചെറിയ ഡെഫിനിഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിലും ലാംഗ്വേജ് കോംപ്രഹെൻഷനിലൊക്കെ ഉള്ള പ്രശ്നത്തിനെയാണ് അല്ലെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, അഫേസിയ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇനി അഫേസിയ വിച്ച് ഈസ് ജനറലി റിലേറ്റഡ് ടു ബ്രോക്കാസ് ആൻഡ് വെർണിക്സ് ഏരിയ. ഇനി അത് സ്പെസിഫിക് ആയിട്ട് ഓരോ ഏരിയക്കുമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കൈൻഡ്സ് ഓഫ് അഫേസിയ ഉണ്ട്. നമ്മൾ ജനറൽ അഫേസിയ മെയിൻ ആയിട്ടുള്ളത് മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അത്ര ഈ ഒരു സെഷനിൽ അത്രേ പഠിക്കാനും ഉള്ളൂ കേട്ടോ. So, Wernicke suggested that selective lesions of Broca's area produce a syndrome of aphasia whose symptoms are primarily expressive, characterized by normal comprehension of both written and spoken language. ഓക്കെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വെർണിക്കേൻ്റെ ഈ റിസർച്ചസിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബ്രോക്കാസ് ഏരിയയിൽ എന്തെങ്കിലും ലേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റംസ്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് യൂഷ്വലി എക്സ്പ്രസീവ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സ്പീച്ചിൻ്റെ എക്സ്പ്രഷനിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്രോക്കാസ് ഏരിയ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലാംഗ്വേജിൻ്റെ എക്സ്പ്രഷനിൽ ബുദ്ധിമുട്ട് വരും. അതേസമയം there is no problem with their comprehension of language which may be written or spoken language. ഓക്കെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഇതിൽ പ്രശ്നം ഉണ്ടാവും, ലാംഗ്വേജിൻ്റെ എക്സ്പ്രഷനിൽ പ്രശ്നം ഉണ്ടാവും, പക്ഷേ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതുന്നതിലോ വായിക്കുന്നതോ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതിന് പകരം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത്. സോ നോർമൽ കോംപ്രഹെൻഷൻ ഓഫ് ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ആൻഡ് ബൈ speech that written seems meaningfulness despite being slow, labored, disjointed and purely articulated. ആ ഒരു നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ആർട്ടിക്കുലേഷൻ ഉണ്ടാവില്ല, അതുപോലെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഒരു വേർഡ് ഫുള്ളാക്കാൻ തന്നെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫുള്ളാക്കാൻ തന്നെ ഭയങ്കര സ്ലോ മൂഡിലായിരിക്കും, നിർത്തി അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റോയിൻറ്റഡ് ആയിട്ടും ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഓർഡർ ഇല്ലാതെ ഞാൻ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ സെൻറ്റൻസിൽ ആ ഒരു ഓർഡർ ഇല്ലാതെ, എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ കുറേ ലെങ്ത് ആവും തോന്നുന്നു വീഡിയോ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഡിസ്ജോയിൻറ്റഡ് ആയിരിക്കും, അതേപോലെ പുവർലി ആർട്ടിക്കുലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ ഉണ്ടാവില്ല, പർട്ടിക്കുലർ ഓർഡർ ഉണ്ട്, അതൊക്കെ അതൊന്നും പാലിക്കാതെയുള്ള സെൻറ്റൻസും ആർട്ടിക്കുലേഷനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള അഫേസിയനെ നമ്മൾ ദിസ് ടൈപ്പ് ഓഫ് അഫേസിയനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രോക്കാസ് അഫേസിയ. ഓക്കെ. ഇനി ബ്രോക്കാസ് അഫേസിയന് കുറേ ആയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടും ബ്രോക്കാസ് അഫേസിയ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വെർണിക്സ് പറയുന്ന സെലക്റ്റീവ് ലേഷൻസ് ഇനി വെർണിക്സ് ഏരിയയിലാണ് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് കോസ്റ്റ് പ്രൈമർലി റിസെപ്റ്റീവ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്യുവർ കോംപ്രഹെൻഷൻ ഓഫ് ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ്. അപ്പോൾ നേരെ തിരിച്ച് വെർണിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പ്യുവർ കോംപ്രഹെൻഷൻ ഓഫ് ബോത്ത് റിട്ടൺ സ്പോക്കൺ ലാംഗ്വേജ് ആണ് ഉണ്ടായിരിക്കുക. അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് അവർക്ക് എന്താണ് അത് മനസ്സിലാക്കാനുള്ള സാധനം ഉണ്ടാകും. അപ്പോൾ അവർ കറക്റ്റ് ഓർഡറിലൊക്കെ പറയുന്നുണ്ടാവും, സെൻറ്റൻസൊക്കെ കറക്റ്റ് മീനിങ് ഫുൾ ഓർഡറിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഒരാളത് തിരിച്ച് എന്തെങ്കിലും അതിന് റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് ഇന്നതാണ് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ that is meaningless but still retains the superficial structure, rhythm and intonation of normal speech. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിർത്തും, ചിലപ്പോൾ അറ്ററൻസൻസ് ഉണ്ടാവും, ഇൻറ്റോണേഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ പീക്ക് വോയിസ് കൊടുക്കും, കുറയ്ക്കേണ്ട സമയത്ത് കുറക്കും, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ റിതം ഉണ്ടാവും. നമ്മൾ ഒരു സ്ട്രക്ചറും സൂപ്പർഫിഷ്യൽ സ്ട്രക്ചറൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്
ഈ ഒരു ടൈപ്പ് ഓഫ് അഫേസിയയിൽ പറയുന്നത്, ഈ ഫോം ഓഫ് അഫേസിയന് നമ്മൾ പറയുന്ന പേരാണ് വെർണിക്സ് അഫേസിയ. ആൻഡ് ദ നോർമൽ സൗണ്ടിങ് ബട്ട് നോൺസെൻഷ്യൽ സ്പീച്ച് ഓഫ് വെർണിക്സ് അഫേസിയ ബിക്കം നോൺ ആസ് വേർഡ് സലാഡ്. അപ്പോൾ വെർണിക് അഫേസിയയിൽ തന്നെ നോർമൽ സൗണ്ടിങ് ഉണ്ടാവും, ബട്ട് നോൺസെൻഷ്യൽ ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് സൗണ്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. നോൺ സെൻസിക്കലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഫുൾ അല്ലാണ്ട് ആ ഒരു ഡ്രമാറ്റിക്കൽ ഓർഡർ ഒന്നും ഇല്ലാതെ നോർമൽ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോ ഒക്കെ കറക്റ്റായിരിക്കും, പക്ഷേ എന്തൊക്കെയോ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങൾ നോൺ സെൻസിക്കലായിട്ടുള്ള സ്പീച്ച് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് വെർണിക് അഫേസിയനെ നമ്മൾ പറയുന്ന പേരാണ് വേർഡ് സലാഡ് എന്ന്. വേർഡ് സലാഡ് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ഇങ്ങനെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് വേർഡ് സലാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ ഇപ്പോൾ ബ്രോക്കാസ് ഏരിയൻ്റെ പ്രശ്നം പറഞ്ഞു, വെർണിക്സ് ഏരിയൻ്റെ പ്രശ്നം പറഞ്ഞു. ഇനി ഈ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇതാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ബ്രോക്കാസ് ഏരിയ. ഈ പിങ്ക് കളറിൽ കാണുന്നത്, യെല്ലോ കളറിൽ കാണുന്നതാണ് വെർണിക്സ് ഏരിയ. ഇനി ഇതിനെ രണ്ടിനെയും, ബ്രോക്കാസ് ഏരിയനെയും വെർണിക്സ് ഏരിയനെയും കറക്റ്റ് ചെയ്യുന്ന ഒരു ഫൈബർ അല്ലെങ്കിൽ ബണ്ടിലിനെയാണ് നമ്മൾ ആർക്വിഡ് ഫാസിക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്വിഡ് ഫാസിക്കുലസ് ഇപ്പോൾ നേരത്തെ ഞാൻ പറയപ്പെട്ട കുറച്ച് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയാസാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ, അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ആർക്വിഡ് ഫാസിക്കുലസ്. ഇനി ഇപ്പോൾ നമ്മൾ ബ്രോക്കാസ് ഏരിയൻ്റെ കാര്യം പറഞ്ഞു, വെർണിക്സ് ഏരിയൻ്റെ കാര്യം പറഞ്ഞു. ഇനി അതിൽ ഓക്കെ, ഇനി പറയാനുള്ളത് വെർണിക്സ് റീസൺ ദാറ്റ് damage to the pathway connecting Broca's and Vernix area arcuate fasciculus would produce a third type of aphasia are called conduction aphasia. ഇനി ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു നമ്മൾ പറഞ്ഞല്ലോ ആർക്വിഡ് ഫാസിക്കുലസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ റീജിയണിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ലീഡ്സ് ടു അനദർ തേർഡ് ടൈപ്പ് ഓഫ് അഫേസിയ വിച്ച് ഇസ് കാൾഡ് കണ്ടക്ഷൻ അഫേസിയ. കണ്ടക്ഷൻ അഫേസിയ എന്നുള്ള ഒരു പേരിലാണ് അത് അറിയപ്പെടുക. സോ ഇതിൻ്റെ പ്രശ്നം എന്തായിരിക്കും ഉണ്ടാവുക, ഇതിൽ ഡാമേജ് ഉണ്ടായാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് വെച്ചാൽ ദെൻ കോംപ്രഹെൻഷൻ ആൻഡ് സ്പോണ്ടേനിയസ് സ്പീച്ച് വുഡ് ബി ലാർജ്ലി ഇൻടാക്റ്റ്. അപ്പോൾ രണ്ടിലും കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് സ്പീച്ച് നമ്മൾ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്പീച്ച് പ്രൊഡക്ഷനും അതേപോലെ അതിൻ്റെ ഇപ്പോൾ ഒരാൾ കാര്യം പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ പേഷ്യൻസിൽ നല്ല രീതിയിൽ ബാധിക്കും. ഡാമേജ് ടു ദ ആർക്വിഡ് ഫാസിക്കുലസ് ബട്ട് ദാറ്റ് ദേ വുഡ് ഹാവ് ഡിഫിക്കൽറ്റി റിപ്പീറ്റിംഗ് വേർഡ്സ് ദേ ഹാഡ് ജസ്റ്റ് ഹിയർഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പം കേട്ട വേർഡ്സുകൾ പോലും റിപ്പീറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ അനദർ റീജിയൺ ആണ് ദ ലെഫ്റ്റ് ആംഗുലാർ ഗൈറസ്. ദ ഏരിയ ഓഫ് ലെഫ്റ്റ് ടെമ്പോറൽ ആൻഡ് parietal cortex just posterior to vernix area is another cortical area that has been implicated in language. അപ്പോൾ another റീജിയാണ് ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ, ആർക്വൈഡ് ഫാസിക്കുലസ്. അതുകൂടാതെ നമ്മൾ നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആംഗുലാർ ഗൈറസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഇറ്റ്സ് റോൾ, ഈ ഒരു ആംഗുലാർ ഗൈറസിൻ്റെ റോള് ഓഫ് ലാംഗ്വേജ് വാസ് റെക്കഗ്നൈസ്ഡ് ഇൻ 1892 ബൈ ന്യൂറോളജിസ്റ്റ് ജോസഫ് ജൂൾസ് ഡെജറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിയോളജിസ്റ്റാണ് ഇത് ഈ ഒരു ഏരിയനെ കുറിച്ച് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ആൻഡ് ഹി കൺക്ലൂഡഡ് ദാറ്റ് ലെഫ്റ്റ് ആംഗുലാർ ഗൈറസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോംപ്രഹെൻഡിങ് ലാംഗ്വേജ് റിലേറ്റഡ് വിഷ്വൽ ഇൻപുട്ട്. ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വിഷ്വൽ ഒരു മെസ്സേജിനെ കോംപ്രഹെൻഡ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ആംഗുലാർ ഗൈറസ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒരു സാധനം അല്ലെങ്കിൽ വിഷനിലൂടെ ഒരു സാധനം നമ്മൾ ലാംഗ്വേജിലൂടെ കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി കൊടുക്കുന്നത് ആംഗുലാർ ഗൈറസ് ആണ്, വിച്ച് ഇസ് റിസീവ്ഡ് ഡയറക്ട്ലി ഫ്രം ദി അഡ്ജസ്റ്റന്റ് ലെഫ്റ്റ് വിഷ്വൽ കോർട്ടെക്സ് ആൻഡ് ഇൻഡയറക്ട്ലി ഫ്രം ദ റൈറ്റ് വിഷ്വൽ കോർട്ടെക്സ് വിയ ദ കോർപ്പസ് കാലോസം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും പറയപ്പെട്ട അഡ്ജസ്റ്റന്റ് ലെഫ്റ്റ് വിഷ്വൽ കോർട്ടെക്സിൽ നിന്നും റൈറ്റ് വിഷ്വൽ കോർട്ടെക്സിൽ നിന്നും കോർപ്പസ് കലോസത്തിലൂടെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് ബ്രോക്ക, വെർണിക്ക ആൻഡ് ഡെജറൈൻ, മെനി ഇൻഫ്ലുവൻഷ്യൽ സ്കോളേഴ്സ് ഫ്രോയിഡ്, ഹെഡ് ആൻഡ് വെറി ഒപ്പോസിറ്റ് ദെയർ അറ്റംപ്റ്റ്സ് ടു ലോക്കലൈസ് വേരിയസ് ലാംഗ്വേജ് റിലേറ്റഡ് എബിലിറ്റീസ് ടു സ്പെസിഫിക് ന്യൂറോട്ടിക്കൽ ഏരിയാസ്. അപ്പോൾ ഈ പറയപ്പെട്ട ബ്രോക്കാസിനെയും വെർണിക്സിനെയൊക്കെ ഡെജറൈനെയൊക്കെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് ഫ്രോയിഡ്, ഹെഡ് ആൻഡ് വെറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കുറേ സൈക്കോളജിസ്റ്റും ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ന്യൂറോ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഏരിയാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. സോ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട്
1960s ന്യൂമൻ ഗെഷ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പെർട്ടിക്കുലർലി 1970 revived the old localizationist areas of Broca, Wernicke and Desjardins, added some new data and insightful interpretation, and melded the mix into a powerful theory which is വെർണിക്-ഗെഷിൻ്റെ മോഡൽ. അപ്പോൾ ഇവർ കൊണ്ടുവന്ന പയനിയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഈ തിയറീസിനെ കുറച്ചും കൂടെ റീവൈവ് ചെയ്തിട്ട് അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്ന ആളാണ് നോർമൻ ഗെഷ്വിൻ 1970. ആ ഒരു മോഡലിനെയാണ് വെർണിക്-ഗെഷിൻ മോഡൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ വെർണിക്-ഗെഷിൻ മോഡൽ ഈസ് ബേസിക്കലി ഓൾ അബൌട്ട് 7 കോമ്പണൻസ് ഓഫ് ദി വെർണിക്സ്. 7 കോമ്പണൻസ് ആണ് നമ്മളുടെ ഈ വെർണിക്-ഗെഷിൻ മോഡൽ പറയുന്നത് വെച്ചാൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന മേജറായിട്ടുള്ള ഒരു 7 കോമ്പണൻസിനെ പറ്റിയിട്ടാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വിച്ച് ഈസ് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്. ഇങ്ങനെ 3 ഏരിയയാണ്. പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് മോട്ടോർ കോർട്ടെക്സ്. ഇപ്പോൾ 3 എണ്ണമായില്ലേ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ, അതിനെ കണക്ട് ചെയ്യുന്ന ആർക്വോയിഡ് ഫാസിക്കുലസ്, അതുകൂടാണ്ട് ആംഗുലാർ ഗൈറസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ബ്രോക്കാസ്, വെർണിക്കസ്, അതിനെ കണക്ട് ചെയ്യുന്ന ആർക്വോയിഡ് ഫാസിക്കുലസ്, ആംഗുലാർ ഗൈറസ്, പിന്നെ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്, വിച്ച് ആർ ഇൻ ദി ലെഫ്റ്റ് ഹെമിസ്ഫിയർ. എല്ലാം ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സിലെ റീജിയൻ ആണ്. ഇനി ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കി നോക്കുക. അതിൽ ഓക്കെ, അതിൽ റിട്ടൺ വേർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ 17, ഏരിയ 18, ഏരിയ 39 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏരിയാസിൻ്റെ അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ വെർണിക്-ഗെഷിൻ മോഡലിൽ അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത് ഈ ഏരിയാസിൻ്റെ. അപ്പോൾ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്, അപ്പോൾ ഓഡിറ്ററി വിച്ച് ഇസ് റിലേറ്റഡ് ടു ഓഡീഷൻ. സോ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? വിച്ച് റിസീവ് സ്പീച്ച് ആസ് സെൻസറി പ്രൊജക്ഷൻസ്. നമ്മൾ പറയുന്നത് സ്പീച്ചിനെ ഒരു സെൻസറി പ്രൊജക്ഷനായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ദെൻ പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് വിച്ച് റിസീവ് റിട്ടൺ ലാംഗ്വേജ് ആസ് സെൻസറി പ്രൊജക്ഷൻസ്. എഴുതുന്ന ലാംഗ്വേജിനെ സെൻസറി മെസ്സേജസ് ആയിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതും. ലെഫ്റ്റ് ആംഗുലാർ ഗൈറസ് വിച്ച് റിസീവ് ഇൻഫർമേഷൻ ഫ്രം ദി വിഷ്വൽ കോർട്ടെക്സ്. ഈ ആംഗുലാർ ഗൈറസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽ കോർട്ടെക്സിൽ നിന്നും ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് ലെഫ്റ്റ് ആംഗുലാർ ഗൈറസ് ആണ്. ദെൻ വെർണിക്സ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രഹെൻഷൻ വിച്ച് റിസീവ് ഇൻപുട്ട് ഫ്രം ദി ആംഗുലാർ ഗൈറസ് ആൻഡ് ഡയറക്ട്ലി ഫ്രം ദി ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. Then arcuate fasciculus which transfers verbal information, example thoughts, to Broca's area. Broca's ഏരിയയിലേക്ക് വെർബൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ആരാണ്? arcuate fasciculus ആണ്. അപ്പോൾ Broca's ഏരിയൻ്റെ ഫംഗ്ഷൻ വിച്ച് പ്രോഗ്രാംസ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഇൻ ദി പ്രൈമറി കോർട്ടെക്സ് സ്പീച്ച് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് Broca's ഏരിയ ആണ്. അപ്പോൾ ഇത്രയും ഏരിയാസാണ് 7 കോമ്പണൻസ് ഓഫ് വെർണിക്-ഗെഷിൻ മോഡൽ എന്ന് പറയുന്നത്. ഈ ഏരിയാസാണ് ഓരോന്നും ലേബൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി പറയുന്നത് ഇതിൽ ഈ 7 ഏരിയയിലും ഡാമേജ് സംഭവിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. സോ 7 ഏരിയാസ് പറയുന്നുണ്ട്. ലൊക്കേഷൻ ഡാമേജ്ഡ്, അവിടെ എന്തെങ്കിലും പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സിൽ ഓഡിഷൻ ഡാമേജ് സംഭവിച്ച ഡെഫ്നെസ് ഉണ്ടാവും. വിഷ്വൽ കോർട്ടെക്സിനാണെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ആംഗുലാർ ഗൈറസിനാണെങ്കിൽ അലക്സിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ടു അണ്ടർസ്റ്റാൻഡ് റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ്. നമ്മൾ എഴുതിയിട്ടുള്ള ലാംഗ്വേജസും മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു ഇനബിലിറ്റീനെയാണ് നമ്മൾ അലക്സിയ എന്ന് പറയാം. ഓക്കെ,